ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് കൊല്ലം നല്ല സുഖസുന്ദരമായിട്ട് പോട്ടെ. ഏതാണ് എൻ്റെ ദൈവത്തിന് ഞാൻ പറ്റിക്ക. പിന്നെ ഗൈസ്, ഇന്ന് രാവിലെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എൻ്റെ കുട്ടിൻ്റെ ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. നിങ്ങളൊന്ന് നോക്കി, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവാൻ മൈദാൻ്റെ പൂടിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി. നിങ്ങൾ ഫസ്റ്റിൽ കണ്ടേ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ലെസ് ഉപ്പ് വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി ഞാൻ മൈദ ഇപ്പോൾ മിക്സ് ആക്കണം. മൈദ മിക്സ് ആക്കുമ്പോൾ ഗൈസ് എപ്പോഴും ശ്രദ്ധിക്കണം, മൈദയിൽ എണ്ണ പിന്നെ ലെസും സോൾട്ടും പഞ്ചസാര എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് എപ്പോഴും ഉണ്ടപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ട് മൈദ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചൂട് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം കുഴച്ച് വെക്കണം. അങ്ങനെ സോഫ്റ്റ് ആവണ വരെ കുഴച്ച് വെച്ചിട്ട് ലെസും പിന്നെ എണ്ണ പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് മൈദയിൽ റെസ്റ്റിൽ വെക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പൂരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എവിടെ നോക്കി ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിയൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്, കെടുകും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എല്ലാം പൂരി ഗൈസ് പരത്തി വെക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഓരോരോ പൂരി പരത്തിയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം അവിടെ പിന്നെ എണ്ണ ചട്ടിയൊക്കെ ചൂടാവും. അപ്പോൾ ഞാൻ എല്ലാം പൂരിയെല്ലാം നോക്കി പരത്തി എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ചട്ടിയിൽ എൻ്റെ ചൂറായിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കണ്ടോ, എല്ലാ പൂരിയെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. നിങ്ങളിവിടെ ഇങ്ങനെ നോക്കിക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടോ പൂരിക്ക്. നിങ്ങൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൈദ കുഴക്കണം. നിങ്ങളൊരു ദിവസം ഇങ്ങനെ മൈദ കുഴച്ച് വെച്ച് നോക്കി നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാൻ കറിയാണ്. കറിയിൽ കണ്ടില്ലേ, എന്നാലും ഞാൻ ചെറിയ ജീരകം 2 ചുവന്നമുളക് ഇട്ടിട്ട് ഉള്ളി ഇട്ടേന്. ഉള്ളി കുറച്ച് ബ്രൗൺ പോലെ ആകുമ്പോൾ ഞാൻ മസാല മിക്സ്ഡ് ആക്കി വെച്ചില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മിക്സ് ആക്കിയിട്ട് ഞാൻ ഈ മസാല അവിടെ ഇട്ട് അതിൻ്റെ ഒപ്പം ഞാൻ മഞ്ഞപ്പൊടിയും ചെറിയ ജീരകം പൗഡർ രസം സോൾട്ട് കുറച്ച് സോൾട്ടിന് ആവശ്യമാണ്, കാരണം ഞാൻ കടല വേവിക്കുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി സോൾട്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ല ഉരുളക്കിഴങ്ങ് ഞാൻ ഉണ്ടായിട്ട് തന്നെ വേവിച്ചെടുത്തു. അതിനെ ചെറിയായിട്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ എൻ്റെ കറിയും പിന്നെ നല്ലോണം വാട്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചില്ല. അതാണ് ഇവിടെ പറയേണ്ടത്. അത് ചെറിയ സിമ്പിൾ പണിയുള്ളൂ ഗൈസ്, എത്ര സമയമൊന്നും വേണ്ട, കുറച്ച് ഒരു 10-15 മിനിറ്റ് സമയമുള്ളൂ. എവിടെ നോക്കി എൻ്റെ കറി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്പെഷ്യലായ മസാല. ഈ മസാല ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചേനു. ഈ മസാല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളേക്ക് ഞാൻ പറയട്ടെ. നിങ്ങൾ കുറേ കറിയിലെ മസാല പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇന്നത്തെ മോർണിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, ലവ് യു.